ഹലോ ഗൈസ്, അനിമെന്റോർ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വൺ പീസിന്റെ ചാപ്റ്റർ 1151 മലയാളം എക്സ്പ്ലനേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്ക്. ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്താനും കൂടെ മറക്കണ്ട. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പതിവ് പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ കമൻസ് അത് ഈ പരിപാടി തുടരാൻ ഒരു വലിയ മോട്ടിവേഷനാണ് ഗൈസ്. സോ മറക്കാതെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഒട്ടും താമസിക്കാതെ നേരെ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. ഇപ്പോൾ ഡീമൻസ് ആയിട്ട് മാറിയ ഡോറിയും ബ്രോഗിയും ജാറുളിനെ കൊല്ലാൻ വേണ്ടിയിട്ട് പോവാണല്ലോ. ഇപ്പം നമ്മുടെ ഒയ്മോ കാഷി ടീമിലെ കാഷി എന്ന് പറഞ്ഞ ജയന്റ് ഇവരോട് പറയുന്നുണ്ട്, ക്യാപ്റ്റൻസ് നിങ്ങൾ ഇങ്ങനൊന്നും ചെയ്യരുത്, ഈ നെഗറ്റീവ് വൈബ് മാറ്റി നിങ്ങൾ പഴയ പോസിറ്റീവ് രീതിയിലേക്ക് തിരിച്ചു പോവാ. ജാറുൾ സമ എന്ന് പറയുന്നത് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം ചെന്ന ഒരു വാരിയറാണ്. പുള്ളി ഒരു ജീവിച്ചിരിക്കുന്ന ലെജൻഡാണ്. അതേപോലെ ഇവിടെയുള്ള എല്ലാവരും ആരാധിക്കുന്ന ഒരു വ്യക്തിയല്ലേ അദ്ദേഹം. ഇപ്പൊ ഇത് കേട്ടിട്ട് ബ്രോഗി പറയുന്നുണ്ട്, നീ പറഞ്ഞത് വളരെ ശരിയാണ് കാഷി, പക്ഷെ നമ്മൾ ആരാധിച്ചിരുന്ന ആ ലെജൻഡറി വാരിയർ ഇപ്പോൾ ഒരു തൈക്കിളവനാണ്. അതുകൊണ്ടാണ് ഇപ്പം ഞങ്ങൾ രണ്ടും കൂടെ അങ്ങേരുടെ കഥ അങ്ങ് തീർക്കാൻ പോകുന്നത്. എന്നിട്ട് അതിനുശേഷം ഞങ്ങൾ രണ്ടും ഈ എൽബാഫിന്റെ രാജാക്കന്മാരാകും. എൽബാഫിന് ഇനി അങ്ങേരെ പോലെ പ്രായം ചെന്ന ആരാധനാമൂർത്തികളെ അല്ല ആവശ്യം. ഇത് യുദ്ധങ്ങൾ മാത്രമുള്ള പുതിയൊരു കാലം തുടങ്ങേണ്ട സമയമാണ്. കരുത്തരായിട്ടുള്ള ആൾക്കാർ ഭരിക്കേണ്ട സമയം. നിങ്ങൾ രണ്ടുപേരും ഒരിക്കലും ഇങ്ങനൊന്നും പറയില്ല. നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ എന്താ സംഭവിച്ചതെന്ന് കാശി ഇവരോട് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ കാശിയുടെ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ടോർമൻ എന്ന് പറയുന്ന ഒരു ജയന്റ് അവനോട് പറയുന്നുണ്ട്, കാശി നീ എത്രയും പെട്ടെന്ന് അവരുടെ അടുത്ത് നിന്ന് മാറ്. അവരുടെ ഇടയിൽ പെട്ട് കഴിഞ്ഞാൽ നീയും ഫ്ലിപ്പായിട്ട് ഒരു ഡീമനായി മാറും. ഇവർ രണ്ടുപേരും ഇപ്പം നമ്മുടെ പഴയ ഡോറിയും ബ്രോഗി അല്ല, വളരെ ക്രൂരന്മാരായിട്ടുള്ള ഡീമൻസ് ആണ്. ഇങ്ങനെ സംഭവിക്കാൻ ഒരു വഴിയില്ലല്ലോ എന്ന് കാശി പറയുന്നുണ്ട്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ടോർമൻ ആ ഡീമൻസിന്റെ ഇടയിൽ അങ്ങ് പെട്ടുപോവാണ്. ഇത് കണ്ടോ ഗൈസ്, നമ്മൾ ആ തിയറി നോമിയിൽ പറഞ്ഞ റിവേഴ്സി ഗെയിമിന്റെ സെറ്റപ്പ് തന്നെയാണ് ഇവിടെ ഓടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ വെള്ള കോയിൻ ഈ ഡീമൻസിന്റെ മുന്നിൽ പെട്ട ടോർമനാണ്. ഇപ്പൊ ടോർമൻ ആണെങ്കിൽ അയ്യോ എന്നെ ഫ്ലിപ്പ് ചെയ്ത് ഡീമൻ ആക്കല്ലേ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അപ്പൊ തന്നെ ടോർമൻ ഫ്ലിപ്പ് ആവുകയാണ്. അതായത് ആ വെള്ള കോയിനായിട്ടുള്ള ടോർമൻ ഇപ്പൊ കറുത്ത കോയിനായിട്ടുണ്ട്. ഇപ്പൊ ആ ബ്ലാക്കിന്റെ മുന്നിൽ ഒരു വെള്ള കോയിൻ കണ്ടോ, അത് ടോർമന്റെ മുന്നിൽ ഓടുന്ന കാശിയാണ്. ഇപ്പൊ ഡീമനായിട്ട് മാറിയ ടോർമൻ മുമ്പ് ബ്രോഗിയൊക്കെ പറഞ്ഞ പോലെ തന്നെ അയ്യോ ഈ ഫീലിംഗ് കിടിലമായിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ ആ ഡീമൻസ് ആണെങ്കിൽ നോർമൽ ജയൻസിനെ എല്ലാം ഇട്ട് ഓടിക്കുകയാണ്. ഇപ്പൊ ആ നോർമൽ ജയൻസ് ആണെങ്കിലും പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് ഈ ഡീമൻസിന്റെ മുന്നിൽ നിന്ന് മാറിയേ പറ്റൂ, നമ്മൾ ആകെ പെട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ്. ആകെ ഉണ്ടായിരുന്ന ഒരു പിടിവള്ളിയായിരുന്നു ഗബാൻ, പുള്ളിയെ ഇവർ അറ്റാക്ക് ചെയ്ത് വീഴ്ത്തിയെന്ന്. ഇല്ല, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ലല്ലോ എന്ന് ഈ ജയൻസ് ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ അവരുടെ കൂടെ ഓടുന്ന റിപ്ലിയും ഫ്രാങ്കി ഇത് കേൾക്കുന്നുണ്ട്. അയ്യോ യാസാൻ ഡിഫീറ്റ് ആയെന്നോ, മോനെ കോളോൺ നീ വെയിറ്റ് ചെയ്യ്, അമ്മ നിന്നെ വന്ന് സേവ് ചെയ്യാൻ പോവാ. ആ 8ാമത്തെ മരക്കൊമ്പിൽ കൂടെ കുട്ടികൾ ഇപ്പോഴും മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നോക്കിയാൽ കില്ലിംഗ്ഹാം അവരെ വീണ്ടും ഉറക്കിയിട്ടുണ്ട്. അപ്പൊ ഈ കുട്ടികൾ ഇങ്ങനെ പാതി മയക്കത്തിൽ കേൾക്കുകയാണ് ഈ ജയന്റ് വാരിയർ പൈറേറ്റ്സ് ഡീമൻസ് ആയി മാറി എന്നുള്ള കാര്യം. അപ്പൊ ഇവരുടെ സ്വപ്നത്തിൽ ഈ ഡെവിൾസിന്റെ രൂപങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഈ കില്ലിംഗ്ഹാം പലയിടത്തായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ നൈറ്റ് മെയർ ഹോൾസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഈ കുട്ടികൾ ചിന്തിച്ച ഡീമൻസ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇപ്പൊ നോക്കിയാൽ അവിടെ ഡിഫീറ്റ് ആയി കിടന്ന ആ ഡീമൻസിനും പുള്ളി കമാൻഡ് കൊടുക്കുന്നുണ്ട്, എഴുന്നേക്ക്, നിങ്ങൾക്ക് മരണമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അവരും ഉയർത്തെഴുന്നേക്കുന്നുണ്ട്. അങ്ങനെ തന്നെ എഴുന്നേക്ക്, എല്ലാവരും തിരിച്ചു വാ, എൽബാഫിന്റെ ദുസ്വപ്നങ്ങൾ ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല, അത് 100% ഗ്യാരണ്ടി. ഇപ്പൊ നമ്മളെ കില്ലിംഗ്ഹാമിന്റെ ആ ഒരു ഹൈബ്രിഡ് ഡിസൈൻ കാണിക്കുന്നുണ്ട്. ആ പകുതി മനുഷ്യൻ പകുതി മൃഗം ഫോം ഓഫ് ഡിസൈൻ. ആ പല്ലൊക്കെ കണ്ടിട്ട് പുള്ളി ഫിഷ്മൻ റൈസിൽപ്പെട്ട ആളാണെന്ന് തോന്നുന്നുണ്ട്. ബിഗ് മോമിന്റെ ഒരു മോള്, പിന്നെ ഡോഫ്ലോമിംഗോയുടെ കൂടെ ഉണ്ടായിരുന്ന ഡെല്ലിംഗർ എന്ന് പറഞ്ഞ ക്യാരക്ടർ, പിന്നെ മാഡം ഷേർലി, ഇവരുടെ എല്ലാം ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ലുക്ക് പോലെ ഉണ്ട് ഈ കില്ലിംഗ്ഹാമിന്റെ. പിന്നെ ഇവരെല്ലാവരും ഫിഷ്മൻ റൈസിലുള്ളവരുമാണ്. ഇപ്പൊ നോക്കിയാൽ കില്ലിംഗ്ഹാം പറയുന്നുണ്ട്, കാര്യങ്ങൾ നന്നായിട്ട് ചൂട് പിടിക്കുന്നുണ്ട്, ഇനിയിപ്പോ എന്തായാലും ഫുള്ള് ഫോമിൽ പോവാം, കാര്യം നമ്മളുടെ ആളിങ് എത്തിയിട്ടുണ്ട്. ഇമൂനെ ആയിരിക്കും ഗൈസ് ഉദ്ദേശിക്കുന്നത്. ഫുൾ പവറിൽ പോകൂ ഡ്രീം മോൺസ്റ്റേഴ്സ്. ഈ മോൺസ്റ്റേഴ്സിന് ജന്മം കൊടുത്തത് ഈ എൽബാഫ് തന്നെയാണ്. മോൺസ്റ്റേഴ്സിന്റെ ഒക്കെ എണ്ണം പെരുകിയല്ലോ. കണ്ടിട്ട് പ്രശ്നം വളരെ ഗുരുതരമായിക്കൊണ്ടിരിക്കുക. ഡോറിയുടെയും ബ്രോഗിയുടെയും സീൻ കണ്ടിട്ട് ഉസോപ്പ് ചങ്ക് പൊട്ടി വിളിച്ചു പറയുന്നുണ്ട്, ഗൈസ്, മാസ്റ്റർ ഡോറി, മാസ്റ്റർ ബ്രോഗി, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം രാജ്യമായിട്ടുള്ള ഈ എൽബാഫിൽ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നേ? നിങ്ങളുടെ സ്വബോധത്തിലേക്ക് തിരിച്ചു വാ. പിന്നെ നിങ്ങളുടെ രൂപം എന്താ ഇങ്ങനെ? ഞാൻ ഒരുപാട് ബഹുമാനിച്ചിരുന്ന ആ വാരിയേഴ്സിന്റെ രൂപം എവിടെ? ഇതൊട്ടും തന്നെ ഹോണറബിൾ ആയിട്ടുള്ള ഒരു രൂപമല്ല. ഇപ്പൊ നോക്കിയാൽ കഴിഞ്ഞ ചാപ്റ്ററിൽ ആ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓടി വന്ന ജയൻസ് പറയുന്നുണ്ട്, നാശം, നമ്മളെ കൊണ്ട് ആ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ കഴിയുന്നില്ലല്ലോ. ഇതുകൊണ്ടാണ് സോളിനൊന്നും ചെയ്യാൻ കഴിയാതെ പോയത്. ആർക്കും കാണാൻ കഴിയാത്ത മുള്ളുകൾ ആ കുട്ടികൾക്ക് ചുറ്റുമുണ്ട്, അതുപോലെ തന്നെ കുറെ മോൺസ്റ്റേഴ്സും. ഇപ്പൊ ആ നടന്നു പോകുന്ന കുട്ടികളിൽ ബെൻഡോ എന്ന് പറഞ്ഞ പയ്യനുണ്ടല്ലോ, അമ്മയാണ് ഏറ്റവും കൂടുതൽ പേടി എന്ന് പറഞ്ഞ ചെറുക്കൻ. അപ്പൊ അവന്റെ അമ്മ ഇങ്ങനെ ഓടി വരുന്നുണ്ട്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ അവരാകെ തളർന്നിരിക്കുകയാണ്. കാര്യം ഇമൂന്റെ ഹാക്കി അത്ര സ്ട്രോങ് ആയിരുന്നല്ലോ. പക്ഷെ അവർ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും ഇപ്പൊ ഈ സമയത്ത് തളർന്ന് വീടില്ല, ഞാൻ ഉറപ്പ് തരിക, അമ്മ വന്ന് നിന്നെ രക്ഷിക്കും, എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേ. അങ്ങനെ ഇപ്പോൾ റിപ്ലിയും പിന്നെ ബെൻഡോയുടെ അമ്മയും, അങ്ങനെ 2 പോരാളികൾ ഇപ്പൊ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി വരാൻ പോവുകയാണ് ഗൈസ്.
ഇപ്പോൾ അടുത്ത പാനൽ നോക്കിക്കഴിഞ്ഞാൽ എൽബാഫിൽ ഈ ഡ്രീം മോൺസ്റ്റേഴ്സും പിന്നെ ജയന്റ് ഡീമൻസും ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ ഈ ഒരു റാലി കണക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സോമേഴ്സ് ആണെങ്കിൽ ഇമുവിനോട് ചോദിക്കുന്നുണ്ട്, ഇമൂസമ നമ്മൾ ഈ പരിപാടി ഒരു ഏതറ്റം വരെ കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നതെന്ന്. ഈ കളിക്കളം ഇപ്പോൾ ഏകദേശം നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നതെന്ന് കില്ലിംഗ്ഹാമും പറയുന്നുണ്ട്. അതായത് ഏകദേശമുള്ള വെള്ള കോയിനുകളെല്ലാം കറുപ്പ് കോയിനായി മാറിയല്ലോ. ഈ സോമേഴ്സും കില്ലിംഗ്ഹാമും ഇത് ചോദിക്കാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോൺസ്റ്റേഴ്സിനെയൊക്കെ ആൾക്കാരുടെ നൈറ്റ് മെയർസ് ദുസ്വപ്നങ്ങൾ വെച്ചിട്ടല്ലേ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് ഈവിളായിട്ടുള്ളൊരു കാര്യമാണ്. സോ ഇതിങ്ങനെ ലിമിറ്റ് കടന്നു പോയി കഴിഞ്ഞാൽ ഈ ജയൻസ് ഒക്കെ മരിച്ചു പോകാൻ വരെ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഇമു ആണെങ്കിൽ പറയുന്നുണ്ട്, ഒന്നും നിർത്തണ്ട, ഈ ദുസ്വപ്നങ്ങളൊക്കെ ഇതേപോലെ തന്നെ തുടർന്നോട്ടെ. ഇവിടെ ഒരു കാര്യം നശിപ്പിക്കേണ്ടതായിട്ടുണ്ട്, അത് നശിക്കുന്നത് വരെ ഇതിവിടെ തുടരും. എന്താണ് അങ്ങനെ ഇവിടെ നശിപ്പിക്കാനായിട്ടുള്ളതെന്ന് സോമേഴ്സ് ചോദിക്കുന്നുണ്ട്. ഈ എൽബാഫിന്റെ ഊർജം അത് മുഴുവനായിട്ട് നശിപ്പിക്കണം. അന്ന് ആ ഹരോൾഡ് തോറ്റുപോയില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഈ രാജ്യം ഭരിച്ചേനെ. ഓ ഗൈസ്, ഈ ഡയലോഗ് കേൾക്കുമ്പോൾ നമ്മൾ ആ ലാസ്റ്റ് ഇട്ട തിയറി വീഡിയോയിലെ ആ ഒരു സംഭവം സത്യമാകാൻ ഒരു ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പോൾ ചാപ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ആണ് അടുത്തത് കാണിക്കുന്നത്. അതായത് അണ്ടർവേൾഡ് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ്. ഇപ്പോൾ വലിയൊരു നിലവിളി കേൾക്കുന്നുണ്ട്. നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ ഗബാന്റെ കൂടെ ചാടിയ ചോപ്പറാണ് കിടന്ന് അലച്ചു വിളിക്കുന്നത്. രണ്ടാമതൊന്നും ആലോചിക്കാതെ ഞാൻ പുറകെ ചാടിയല്ലോ എന്ന് ചോപ്പർ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഇല്ലില്ല, ഞാൻ കൂളായേ പറ്റൂ, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും, ഒരിക്കലും ഞാൻ പുള്ളിയെ ചാവാൻ വിട്ടുകൊടുക്കില്ല. അങ്ങനെ ചോപ്പർ നല്ല ജെറ്റ് സ്പീഡിൽ പോയിട്ട് വീണുകൊണ്ടിരിക്കുന്ന ഗബാനെ ഓവർടേക്ക് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ ചോപ്പറിന്റെ ഗാർഡ് പോയിന്റിൽ ഗബാൻ സേഫ്. ഇപ്പൊ അണ്ടർവേൾഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഹാജറുദ്ദീനും ലോക്കിയും കൂടെ വീണ്ടും വഴക്ക് തുടങ്ങിയിട്ടുണ്ട്. ഹരോൾഡിന്റെ കാര്യത്തിൽ ഇപ്പൊ ലോക്കി ഒന്നും അങ്ങനെ തെളിച്ചു പറയുന്നില്ലല്ലോ. പുള്ളി ഇപ്പൊ ഹാജറുദ്ദീനോട് പറയുന്നുണ്ട്, നിനക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നീ എന്റെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കണമെന്ന്. നീ എന്റെ അച്ഛനെ കൊന്നവനാണ് ലോക്കി എന്ന് ഹാജറുദ്ദീൻ പറയുന്നുണ്ട്. നിന്റെ മാത്രമല്ലടാ, അങ്ങേരെ എന്റെയും കൂടെ അച്ഛനാ. എന്നിട്ട് നോക്ക്, നീ എന്താ നിന്റെ സ്വന്തം അച്ഛനോട് ചെയ്തത്? ഹാജറുദ്ദീനെ നീ നിർത്തിക്കോ. ഇപ്പൊ ലൂഫി ആണെങ്കിൽ പറയുന്നുണ്ട്, ഗൈസ് ചോപ്പർ ഇപ്പൊ താഴേക്ക് വീണിട്ടുണ്ടെന്ന്. എന്തോ വീഴുന്ന സൗണ്ട് ഞങ്ങളും കേട്ടു, അതെന്താണെന്നുള്ളത് നീ കണ്ടോ? മലയുടെ പുറകിൽ നിന്നാ സൗണ്ട് കേട്ടത്, എന്തോ വീണ പോലെ തന്നെയാ കേട്ടത് എന്ന് ലോക്കി പറയുന്നുണ്ട്. എന്നാലും ആ വീണത് ചോപ്പറാണെന്ന് എനിക്ക് അങ്ങനെ ഗസ് ചെയ്യാൻ പറ്റി. അവന്റെ കൂടെ വളരെ അവശനായിട്ടുള്ള ഒരാളും ഉണ്ട് എന്നിങ്ങനെ ലൂഫി അവിടെ ഇരുന്ന് ഒരു ഇറച്ചി കടിച്ചുകൊണ്ടിരുന്നു പറയുന്നുണ്ട്. ലൂഫിയുടെ ഒബ്സർവേഷൻ ഹാക്കി അപ്ഗ്രേഡ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ഇതൊക്കെ ഇനി എന്ത് സംഭവമാണെന്ന് കണ്ടറിയാം. നീ പറയുന്ന പോലെയാണ് കാര്യമെങ്കിൽ സംഭവം ഭയങ്കര സീരിയസാ. ചോപ്പർ വീണിട്ടുണ്ടെങ്കിൽ തന്നെ അവൻ മേളിൽ സൺവേൾഡിൽ നിന്നായിരിക്കത്തില്ല താഴേക്ക് വീണിട്ടുണ്ടാവുക എന്നിങ്ങനെ സാഞ്ചി പറയുന്നുണ്ട്. വാ, നമുക്കിപ്പോൾ തന്നെ പോയി അവരെ കണ്ടെത്താമെന്ന് സോറോയും പറയുന്നുണ്ട്. കിഡിലിനൊരു പാനലാണ് കേട്ടോ ഗൈസ്. ഇവർ ഇത്രയും പേരിനി മുകളിൽ ചെല്ലുമ്പോഴാണ് കളി മാറാൻ പോകുന്നത്. ഇപ്പോൾ അവിടെ കിടക്കുന്ന ലോക്കി ഗേഡിനോടും ഗോൾഡ്ബർഗിനോടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും വേണോ? അതായത് ആരുടെയെങ്കിലും തലയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വർണ്ണാഭരണങ്ങളോ അങ്ങനെ എന്തെങ്കിലും. എനിക്കൊരു കാര്യം വേണമായിരുന്നു എന്ന് ഗോൾഡ്ബർഗ് പറയുന്നുണ്ട്. പക്ഷേ ലോക്കി വളഞ്ഞു ചുറ്റി ഇതെങ്ങോട്ടേക്കാ പോകുന്നത് നമ്മുടെ ഗേഡിന് മനസ്സിലായിട്ടുണ്ട്. അവൾ പറയുന്നുണ്ട്, ഇല്ല ലോക്കി, ഞങ്ങളെ സോപ്പിടാൻ നോക്കണ്ട, ഞങ്ങൾ നിന്നെ അഴിച്ചു വിടൂല്ല എന്ന്. നീ ഭയങ്കര സീരിയസ് ആണല്ലോ. ഹലോ ലോക്കി സാൻ. ഹലോ മോസ, ഞാനിവിടെ കുറച്ച് ബിസിയാണ്, നീ പിന്നെ വിളിക്ക്. അല്ല, ഞാൻ പെട്ടെന്ന് ഫോൺ വെച്ചോളാം, ഞാനും ഇപ്പോൾ കുറച്ച് തിരക്കില്ല, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു, അതാ വിളിച്ചത്. എന്നാ പറയേ. പിന്നെ കുറച്ച് പതുക്കെ സംസാരിച്ചാൽ മതി കേട്ടോ. മുമ്പ് വിളിച്ചപ്പോൾ എനിക്ക് പറയാൻ പറ്റിയില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, എനിക്കിനി കുറച്ച് നാളത്തേക്ക് ഈ ഡെൻഡൻ മുഷി ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്താ? ആദ്യമൊക്കെ ഞാൻ വളരെ പേടിച്ച അവസ്ഥയിലായിരുന്നു ഉള്ളത്. പക്ഷെ നിന്റെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം, ഒരു കംഫർട്ടൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. എന്നെ അങ്ങനെ കംഫർട്ടാക്കി നിർത്തിയതിന് നിന്നോടൊരു വലിയ നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വിളിച്ചത്. അല്ല, ഇതെന്താ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ? എന്തു പറ്റി? എന്താ കാര്യം? നീ വല്ല കുഴപ്പത്തിലേക്കൊന്നും പോയി ചാടാൻ പോവല്ലോ അല്ലേ? അങ്ങനൊന്നുമില്ല, നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നീ ഇപ്പൊ എവിടെയാ ഉള്ളത് അത് പറയേ. ഇതുവരെ ചെയ്തതിനെല്ലാം ഒരുപാട് നന്ദി ലോക്കി. നിക്കേ മോസ വെക്കല്ലേ. കോപ്പ്. ഈ മോസ ആരാണെന്നുള്ളത് ഒരു നിഗൂഢമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഗൈസ്. മുൻപൊരു ചാപ്റ്ററിൽ ലോക്കിയെ ഫോൺ വിളിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നല്ലോ. ഈ മോസ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളിലൊക്കെയാണ് എന്നുള്ളതല്ലാതെ വേറെ ഇൻഫർമേഷൻ ഒന്നും നമുക്ക് ഇവരുടെ ആ ഒരു സംഭാഷണത്തിൽ നിന്ന് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പൊ ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ ലോക്കിക്ക് ഈ ഫോൺ വന്നതൊക്കെ ഗേഡ് ഇങ്ങനെ ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നല്ലോ. നീ ഇതെന്ത് പണ്ടാരായി നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ഇപ്പൊ ലോക്കി ഇവളോട് ചോദിക്കുന്നുണ്ട്. ഈ അണ്ടർവേൾഡിൽ ഇങ്ങനെ പെട്ട് കിടക്കുമ്പോൾ സംസാരിക്കാൻ ഒരു ഫ്രണ്ടിനെ കിട്ടി എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് അല്ലേ മിസ്റ്റർ സമാധാനത്തിന്റെ അംബാസഡർ ആയിട്ടുള്ള ലോക്കി എന്ന് പറഞ്ഞിട്ട് ഗേഡ് അവനെ ചുമ്മാ ഒന്ന് ട്രോളുന്നുണ്ട്. ഈ കാര്യങ്ങളൊന്നും പോയി ഒരൊറ്റ മനുഷ്യനോട് പറഞ്ഞേക്കരുത് കേട്ടോ എന്ന് ലോക്കി അവളോട് പറയുന്നുണ്ട്. ഇവരുടെ ഈ ഒരു കോംബോ സത്യം പറഞ്ഞാൽ നല്ല രസമുണ്ട് കേട്ടോ. ഇപ്പൊ ആരാണ് ആ വീണതെന്ന് നോക്കാൻ പോയവര് ഗബാനയൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഹാജറുദ്ദീൻ ഇപ്പൊ വിളിച്ചു പറയുന്നുണ്ട്, ഗേഡ് നമുക്ക് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് തുടങ്ങണം, സംഭവം സീരിയസ് ആണ്, യാസാന് നല്ല ഗുരുതര പരിക്കുണ്ട്. ഇപ്പൊ ലൂഫി ആണെങ്കിൽ ഗബാന്റെ അടുത്തിരുന്നിട്ട് പറയുന്നുണ്ട്, ഈ അപ്പാപ്പനെ ഇവിടെ ഉള്ള എല്ലാവർക്കും വലിയ കാര്യമാണ് കേട്ടോ, നീ എന്തായാലും ഇയാളെ രക്ഷിച്ചല്ലോ.
ഗുഡ് ജോബ് ചോപ്പർ. നീ എത്ര പുകഴ്ത്തിയാലും ഞാൻ സന്തോഷിക്കാൻ പോണില്ലടാ പട്ടി എന്ന് പറഞ്ഞിട്ട് ചോപ്പർ സ്ഥിരം ഡയലോഗ് അടിക്കുന്നുണ്ട്. ഇപ്പൊ ഈ കിടക്കുന്നത് ആരാണെന്ന് ഇവര് പറഞ്ഞറിഞ്ഞപ്പോഴത്തേക്ക് ലൂഫി ഞെട്ടുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ഈ അപ്പാപ്പൻ പൈറേറ്റ് കിങ്ങിന്റെ ക്രൂവിൽ ഉണ്ടായിരുന്ന ആളായിരുന്നോ? റോജറിന്റെ റെയിലിയയുടെ ഫ്രണ്ടോ? ഇപ്പൊ ഹാജുറുദ്ദീനാണെന്ന് തോന്നുന്നു ലൂഫിയോട് പറയുന്നുണ്ട്, ഈ കിടക്കുന്ന യാസാനും റെയിലിയുമാണ് പൈറേറ്റ് കിങ്ങിന്റെ ചിറകുകളെന്നറിയപ്പെട്ടിരുന്ന രണ്ടുപേര്. ഇവരുടെ കൂട്ടത്തിൽ ശക്തിയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ പുള്ളി 3-ാം സ്ഥാനത്താ, അറിയാവോ? അപ്പൊ ഇത് കേട്ടിട്ട് ചോപ്പറൊക്കെ ഞെട്ടുന്നുണ്ട്. സോറോ ആണെങ്കിൽ പറയുന്നുണ്ടോ അപ്പൊ ഇങ്ങനെ വലിയൊരു പൈറേറ്റ് ആയിരുന്നു, നല്ല സ്ട്രോങ്ങും ആണ്. പക്ഷേ ആ ഒരു പക്ഷയിലുണ്ട് കാര്യം, പുള്ളി ഇത്ര സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള മനുഷ്യനായിട്ടും പെട്ടെന്ന് ഇങ്ങനെ വീണല്ലോ എന്നുള്ള കാര്യമാണ് സോറോ ചിന്തിക്കുന്നത്. പക്ഷെ അവിടെ സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നല്ലോ. ഇപ്പം നമ്മുടെ ലൂഫി ആണെങ്കിൽ ഇത്തരം ആൾക്കാരെ കണ്ടാൽ ചോദിക്കുന്ന സ്ഥിരം ചോദ്യം വീണ്ടും എടുത്തിടുന്നുണ്ട്. പൈറേറ്റ് കിങ്ങിന്റെ ക്രൂവിൽ ഉണ്ടായിരുന്ന ആളല്ലേ, അപ്പൊ പുള്ളിക്ക് ഷാങ്സിനെ അറിയായിരിക്കുമല്ലോ. ഇപ്പൊ ഗബാൻ ഇങ്ങനെ ചെറുതായിട്ട് അനങ്ങുന്നുണ്ട്. ഉടനെ ഹാജറുദ്ദീൻ പറയുന്നുണ്ട്, ദേ യാസാൻ അനങ്ങുന്നു, എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. എന്താണ് യാസാൻ? ഇപ്പൊ കാര്യം എന്താന്ന് നോക്കിക്കഴിഞ്ഞാൽ ഗബാൻ ഇങ്ങനെ കിടന്നുകൊണ്ട് പറയാണ്, ഞാൻ ശക്തിയിൽ 3-ാം സ്ഥാനത്തല്ലടാ 2-ാം സ്ഥാനത്താണെന്ന്. 4th പ്ലേസർ എന്ന് വിളിക്കുമ്പോൾ സാഞ്ചിക്ക് ഉണ്ടാവുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, സെയിം. ഇപ്പൊ ഹാജറുദ്ദീൻ ആണെങ്കിലും പറയുന്നുണ്ട്, ഏതവസ്ഥ കിടന്നാലും പുള്ളി ഈ കാര്യമൊന്നും വിട്ടുകൊടുക്കത്തില്ലെന്ന്. ഇപ്പൊ റോഡാണെങ്കിൽ പറയുന്നുണ്ട്, ഓ യാസാൻ നിങ്ങൾക്ക് ബോധം വന്നല്ലോ, ദൈവം കാത്തു. എന്നാലും നിങ്ങളെപ്പോലെ പവർഫുൾ ആയിട്ടുള്ള ഒരാളെ ഈ ഒരു അവസ്ഥയിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ സംഭവിച്ചത്? ഇപ്പൊ ചോപ്പർ ആണെങ്കിൽ പറയുന്നുണ്ട്, അതെന്താണെന്ന് ഞാൻ പറയാം. മുകളിൽ മൊത്തത്തിൽ പ്രശ്നമാണ് ലൂഫി. കുട്ടികളെയൊക്കെ തട്ടിക്കൊണ്ടു പോയിരിക്കുക. ശത്രുക്കളാകെ കുറച്ചു പേരേ ഉള്ളൂ, പക്ഷെ അവരെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. പിന്നെ മുകളിൽ മുഴുവൻ മോൺസ്റ്റേഴ്സിന്റെ വിളയാട്ടമാണ്. അതും മാത്രമല്ല എന്നിങ്ങനെ ചോപ്പർ വീണ്ടും എന്തോ പറയാൻ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് അവിടെ ആകെ ഒരു ഹാക്കിയുടെ പ്രസൻസ് അറിയുകയാണ്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗബാനും സാഞ്ചിക്കും സോറോയ്ക്കും സ്റ്റാൻസനും റോഡിനും ഗേഡിനും ഹാജറുദ്ദീനും ലൂഫിക്കും ലോക്കിക്കും ഒക്കെ അതിന്റെ ഒരു ഫീല് കിട്ടുന്നുണ്ട്. ഇപ്പൊ ഹാജറുദ്ദീൻ ആണെങ്കിൽ വിളിച്ചു പറയുന്നുണ്ട്, എല്ലാവരും പെട്ടെന്ന് വാ, നമുക്കിപ്പൊ തന്നെ സണ്ടർലമിലേക്ക് പോകണം, എൽബാഫ് അപകടത്തിലാണ്. ഇപ്പൊ ചോപ്പർ മുകളിലത്തെ കാര്യങ്ങളെല്ലാം ഇവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ലൂഫി ഇപ്പൊ ഉടനെ ചോപ്പറിനോട് പറയുന്നുണ്ട്, മതി ചോപ്പർ, ഇത്രയും മതി, എനിക്കെല്ലാം മനസ്സിലായി, ഇനി ഞാൻ നോക്കിക്കോളാം. ഇപ്പൊ ലോക്കി ആണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ ചിരിച്ചോണ്ട് പറയുന്നുണ്ട്, എന്നാലും ഇത് ആരുടെ ആയിരിക്കൂടാ ഇമാതിരി ഒരു ഹാക്കി? സിറ്റുവേഷൻ കണ്ടിട്ട് നിങ്ങൾക്ക് എന്റെ പവർ ആവശ്യം വരുമെന്നാ തോന്നുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ലോക്കി നിൽക്കുന്നിടത്ത് നമ്മുടെ ചാപ്റ്റർ അവസാനിക്കുകയാണ്. കറക്റ്റ് ഒരു ക്ലിഫ് ഹാങ്ങർ സെറ്റപ്പിൽ തന്നെ കൊണ്ട് നിർത്തി. അടുത്ത ചാപ്റ്ററിൽ യുദ്ധം പ്രതീക്ഷിക്കാം. അപ്പോൾ അടുത്ത ആഴ്ച ബ്രേക്കാണ് ഗൈസ്. പിന്നെ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ കമൻസ് രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.